ഹായ് ഹലോ, എന്താണ് എല്ലാവരും വിശേഷം? നമ്മൾ ഇന്നലെ അതിരപ്പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു തൃശ്ശൂർ ജില്ലക്കാരിയാണെങ്കിലും ഒരു കൊടുങ്ങല്ലൂർക്കാരിയാണെങ്കിലും ഇതുവരെ അതിരപ്പള്ളി വാട്ടർഫോൾസ് കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള ചെറിയ ചെറിയ പനത്തോട്ടങ്ങളാണ് കേട്ടോ കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഏഴാറ്റുമുഖം തുമ്പൂർമൊഴിയൊക്കെ ഉണ്ടോ നമ്മൾ ആദ്യം പോയിട്ടുണ്ടായിരുന്നത്. അവിടെ പോയി കുറച്ച് നേരം കാലൊക്കെ നനച്ചു. നമ്മുടെ കുട്ടിസെറ്റൊക്കെ വെള്ളത്തിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കുളിച്ചു. അധികം വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല, എങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല. ഉള്ള വെള്ളത്തിന് നല്ല തണവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു വൈബ് തന്നെയായിരുന്നു. പക്ഷെ ഞങ്ങൾ പോയ സമയത്ത് നല്ല വെയിലായിരുന്നു. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അവിടെ. നല്ല തണുത്ത വെള്ളം, നല്ല തെളിഞ്ഞ വെള്ളം എന്നൊക്കെ പറയില്ലേ, അതായിരുന്നു. അങ്ങനെ കുറച്ച് സമയം അവിടെ ഇരുന്ന് നമ്മൾ കാലൊക്കെ നനച്ച് പിന്നെ നമുക്ക് പോകാനുള്ളത് ദാ ആ കാണുന്ന തൂക്കുപാലത്തിലേക്കാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങോട്ട് പോകണം. അവിടെ നിന്ന് കയറി കഴിഞ്ഞപ്പോൾ മരത്തിൽ 2-3 കുരങ്ങന്മാരൊക്കെ കണ്ടു കേട്ടോ. അവരിങ്ങനെ കയറി പോകണതാണ്. എനിക്ക് നല്ല രസമുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ തൂക്കുപാലം. അത് കഴിഞ്ഞ് നമ്മളവിടെ ഒരു ചെറിയൊരു ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് പോയി. ഗാർഡൻ എന്ന് പറയാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ചെടികളൊന്നും ഞാനവിടെ കണ്ടില്ല കേട്ടോ. ഗാർഡൻ എന്ന് പറഞ്ഞിട്ടാണ് അവരവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഇതുപോലത്തെ ഈ ബുഷ് ഉണ്ടല്ലോ, അത് ഒത്തിരി വെച്ചിട്ട് അതിനെ നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ നമ്മൾ പോകുന്നത് വാച്ച് ടവറിലേക്കാണ്. നമുക്ക് അതിൻ്റെ മുകളിൽ നിന്നാൽ ഈ ഏഴാറ്റുമുഖം നമുക്ക് ഫുള്ളായിട്ട് ഒത്തിരി കാണാനായിട്ട് പറ്റും. നല്ല മുകളിൽ നിന്നിട്ട് നല്ല വ്യൂ ആണ് കേട്ടോ കാണാനായിട്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു നമ്മൾ അതിരപ്പള്ളിയിലോട്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കയറിയപ്പോൾ ഒരു പൈനാപ്പിൾ കണ്ടിട്ടോ. അപ്പോൾ ഞാൻ പൈനാപ്പിൾ മേടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ടിക്കറ്റ് ചാർജ് വന്നത് 195 രൂപയാണ്. അത് വാഴച്ചാലിലോട്ടും കൂടി ഉള്ളതാണ് കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് വാഴച്ചാലിലോട്ട് പോകാൻ പറ്റിയില്ല. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 4:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 5 മണി വരെ അവിടെ എൻട്രി ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇതൊരു മലയണ്ണാൻ. അങ്ങോട്ട് ഇറങ്ങുന്ന വഴിക്ക് എനിക്ക് ഇറങ്ങിയപ്പോൾ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ച ഇറക്കവും കയറ്റവും ഒന്നും ആയിരുന്നില്ല കേട്ടോ. പക്ഷേ അങ്ങോട്ട് ഇറങ്ങി ചെന്ന് വാട്ടർഫോൾസൊക്കെ കണ്ടപ്പോൾ ഹാപ്പിയായി. പക്ഷേ തിരിച്ച് കയറിയപ്പോൾ എന്താ പറയുക, ശ്വാസം കിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു. കയറിപ്പോയിരുന്നവരൊക്കെ ഇറങ്ങുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു പോകല്ലേ പോകല്ലേ എന്ന്. പക്ഷേ അത് കേൾക്കാനുള്ള മനസ്സൊന്നും നമുക്കില്ലല്ലോ. അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് നേരം വെള്ളച്ചാട്ടമൊക്കെ ആസ്വദിച്ചിങ്ങനെ ഇരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ കാണാനായിട്ട്. പക്ഷേ വെള്ളം വളരെ കുറവാണ്, വേനലായല്ലോ. അത് കഴിഞ്ഞ് നമ്മളൊരു 4:30 ആയപ്പോൾ തിരിച്ചു പോന്നു. തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മൾ മാളയിലുള്ള മാരിയക്കാട് കയറി കേട്ടോ. അവിടെ ഞങ്ങൾ ഇടയ്ക്ക് പോകാറുള്ളതാണ്. നല്ല രസമാണ്. നല്ലൊരു ഈവനിങ്ങിൽ നല്ല വൈബാണ് കേട്ടോ അവിടെ. പിന്നെ കുറേ താമരകളുടെ മുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരാഗ്രഹം കാരണം ഇക്കാനെ കൊണ്ട് ഒരു മുട്ട് പറിച്ചെടുക്കാനായിട്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആൾ ഒരു മുട്ട് പറിച്ചു തന്നു. അത് മോൻ പിടിച്ചിരിക്കുന്നതാണ് കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നു. ചെന്താമര നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇത്രേ വിശേഷമുള്ളൂ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റാ.